വെൽക്കം ടു ഷലൻസ് കിച്ചൺ ആർട്ട്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് വളരെ രുചികരമായ വറുത്തരച്ച നെയ്മീൻ കറിയാണ്. അര കിലോ നെയ്മീൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. പാനിലേക്ക് ഒരു തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കാം. 4 ഉള്ളി ചെറുതായി അരിഞ്ഞത്, കുറച്ച് വേപ്പില, ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി മുറിച്ചത്, 1/4 സ്പൂൺ പെരുംജീരകം, ഒരു നുള്ളു ഉലുവ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതൊന്ന് ഈവണായി കിട്ടാൻ വേണ്ടി മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടാണ് ഇത് ഫ്രൈ ചെയ്യേണ്ടത്. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. 1 മിനിറ്റ്. ഇപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നമുക്കിത് നേരിയ ചൂടോടുകൂടി തന്നെ മിക്സിയിൽ വെള്ളം ചേർക്കാതെ ആദ്യം ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പം വെള്ളം ചേർക്കാതെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ അരപ്പ് മുങ്ങി കിടക്കുന്ന അത്രയും വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പം നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു മൺചട്ടിയിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച തേങ്ങാ മിശ്രിതം ചേർക്കാം. 1.5 ഗ്ലാസോളം വെള്ളം ഒഴിക്കാം. 4 പച്ചമുളക്, കുറച്ച് വേപ്പില, 3 കഷ്ണം കുടംപുളി, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഒന്ന് ഗ്യാസ് ഓൺ ചെയ്ത് തിളയ്ക്കാൻ അനുവദിക്കാം. അപ്പം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. തിളച്ച് വരുമ്പോൾ നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് വലിയ മീൻ മാത്രമല്ല, ചെറിയ മീനിലും ഇതുപോലെ വറുത്തരച്ച് കറി വയ്ക്കാവുന്നതാണ്. അയിലയോ ചാളയോ ഏത് മീനാണെങ്കിലും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു വറുത്തരച്ച കറിയാണിത്. ഇപ്പം മീൻ കഷ്ണങ്ങൾ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഹൈ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. പതുക്കെ ഒന്ന് മൺചട്ടി ചുറ്റിച്ചു കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ 2 മിനിറ്റ് ഒന്ന് തിളപ്പിക്കാം. അതിലേക്ക് ഒരു തക്കാളി ചേർക്കാം. ഒന്നും കൂടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഹൈ ഫ്ലെയിമിലാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞു. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ നിന്ന് ലോ ഫ്ലെയിമിലിട്ട് 10 മിനിറ്റ് വേവിക്കാം. ഇനി മറ്റൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. നാടൻ വിഭവങ്ങൾക്ക് വെളിച്ചെണ്ണയാണ് നല്ലത്. അതിലേക്ക് 5 ഉള്ളി ചെറുതായി അരിഞ്ഞത്, കുറച്ച് വേപ്പില, ഇത് നമുക്ക് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഉള്ളിയും വേപ്പിലയും മുളക് പൊടിയും കൂടെ മൂപ്പിച്ച് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ വറുത്തരച്ച കറിക്ക്. പിന്നെ മുകളിൽ നല്ല എണ്ണമയമൊക്കെ തെളിഞ്ഞ് കാണും. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ കറിയാണിത്. ഇപ്പോൾ ഉള്ളി നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടെ ചേർക്കാം. കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തിരിക്കുന്നത്. നല്ല കളറായിരിക്കും നമ്മളുടെ വറുത്തരച്ച കറിക്ക്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇപ്പം 5 മിനിറ്റ് കഴിഞ്ഞു. മീൻകറി ഒന്ന് പതുക്കെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. കയ്യിലിട്ട് ഇളക്കാതിരിക്കുന്നതാണ് നല്ലത്. മൂടി വെച്ച് 5 മിനിറ്റ് ഒന്നും കൂടെ വേവിക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ മൊരിയിച്ച് വെച്ച ഉള്ളിയും വേപ്പിലയും മുളക് പൊടിയും ചേർക്കാം. ഒന്നും കൂടെ ചുറ്റിച്ചെടുത്ത് ഒരു 2 മിനിറ്റ് ഒന്ന് വേവിക്കാം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞു. മീൻകറിയൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് മൂടി വെച്ച് ഇപ്പം നമ്മളുടെ കറിയൊക്കെ നല്ല വറ്റി വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം നല്ല നെയ്മയൊക്കെ തെളിഞ്ഞാണ് ഇരിക്കുന്നത്. ഇപ്പോൾ നമ്മളുടെ വറുത്തരച്ച നെയ്മീൻ കറി റെഡിയായിട്ടുണ്ട്. വളരെ നല്ലൊരു റെസിപ്പിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്താലേ ഇനി ഞാൻ അടുത്തിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.